ഓക്കെ ഗേസ്, ഇവിടെ നമ്മുടെ ടോമി ഇല്ലേ? ഈ ടോമി എങ്ങോട്ടേക്കാണോ പോയേട്ടാ? വീടിൻ്റെ അകത്ത് നോക്കി അവനെ വീടിൻ്റെ അകത്ത് കാണാനില്ല. ചിലപ്പോൾ അവൻ പുറത്തുണ്ടാവും ട്ടാ. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാ? ഓ, ഇവിടെ ഒന്നും കാണാനില്ല. ഈ ടോമി ഇപ്പോൾ എങ്ങോട്ടേക്കാണോ പോയേ? പോകുമ്പോൾ ഒന്ന് പറഞ്ഞിട്ട് പൊക്കൂടെ? ഞാൻ എവിടെ പോയിട്ട് അന്വേഷിക്കുക? ഒരു മിനിറ്റ്, ഇവിടെ എന്തുണ്ടല്ലോ ഗൈസ്, ഇത് നോക്കിയേ. ഇവിടെ എന്തോ ഒരു ഡോറൊക്കെ ഉണ്ട്. ഇത് പക്ഷേ ഒരു വലിയ ഡോറാ. ഈ ഡോർ നമുക്ക് തുറക്കാൻ പറ്റുമോ? ഈ ഡോറ് പക്ഷേ ഇതിനു മുന്നേ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇതിപ്പോഴാ വന്നേ. ഇത് തുറക്കാൻ പറ്റണവോ? ഓ, ഈ ഡോർ ലോക്കാണ് കേട്ടാ. ഇതെങ്ങനെയാണോ അൺലോക്ക് ചെയ്യുക? അതെ, എൻ്റെ കയ്യിൽ RPG ഉണ്ട്. നമുക്കിതുമ്മേ RPG ഫയർ ചെയ്യാം. അന്നേരം ചിലപ്പോൾ ഈ ഡോറ് അൺലോക്ക് ആവും. ഇതെന്തത്? ഈ ഡോറ് അൺലോക്ക് ആവണില്ല. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് RPG ഫയർ ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ ഡോറ് അൺലോക്ക് ആവണില്ല. ഈ ഡോറ് ഭയങ്കര സ്ട്രോങ്ങാ. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് സ്റ്റിക്കി ബോംബ് എടുത്തെറിയാം. എൻ്റെ കയ്യിൽ പിന്നെ ഇഷ്ടം പോലെ സ്റ്റിക്കി ബോംബ് ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് ഇഷ്ടം പോലെ സ്റ്റിക്കി ബോംബ് എറിയാം. തൽക്കാലത്തേക്ക് ഇത് മതി. ഇനി ആ ബോംബ് ആക്ടിവേറ്റ് ചെയ്യാം. എന്തായി, അൺലോക്ക് ആയാ? ഇതിപ്പോഴും അൺലോക്ക് ആയില്ല ഏട്ടാ. ഈ ഡോറപ്പം ഇങ്ങനെ അൺലോക്ക് ആവാ? ഇത് തുറന്നാലേ നമ്മൾ വല്ല സീക്രട്ട് ബേസിലെത്തും. അങ്ങനെ ആവാൻ ചാൻസ് ഉള്ളോ? മുന്നേ നമ്മുടെ വീട്ടിൽ ഒരു ചെറിയ ഡോർ ഉണ്ടായിരുന്നു. ആ ഡോർ തുറന്നപ്പോൾ ഒരു സീക്രട്ട് ബേസിൽ കയറി. അതേപോലെ തന്നെയാവും ഇത്. ഇതെങ്ങനെ അൺലോക്ക് ചെയ്യുക? വല്ല ടാസ്കൊക്കെ ചെയ്യേണ്ടി വരുമോ? എൻ്റെ ഫോണിലാണെങ്കിൽ ഇതൊരിക്കും മെസ്സേജ് ഒന്നും വന്നില്ല. ഓ, മെസ്സേജ് വന്നിട്ടുണ്ട് കേട്ടാ. ഞാൻ ഇപ്പോഴാണ് നോക്കണേ. ഇതിൽ പറഞ്ഞേക്കണത് കംപ്ലീറ്റ് ദ ഫോളോയിങ് ടാസ്ക് ടു അൺലോക്ക് ദി സീക്രട്ട് ഗ്യാരേജ്. ഓ, ഇതൊരു സീക്രട്ട് ഗ്യാരേജാ. ഒരു ഗ്യാരേജാണ്. ആ ഡോറ് തുറന്നാലേ ഒരു ഗ്യാരേജിലെത്താ. അതിൻ്റെ അകത്ത് മിക്കവാറും വല്ല വണ്ടികളുണ്ടാവും. അങ്ങനെ അവനെ ചാൻസ് ഉള്ളോ? ടാസ്ക് പക്ഷേ ഇതാണ്: എസ്കേപ്പ് 3 സ്റ്റാർ വാണ്ടഡ് ലെവൽ വിത്തൗട്ട് എൻറ്ററിങ് ജുറാസിക് പാർക്ക്. രണ്ടാമത്തെ ടാസ്ക് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ടാസ്ക് കുഴപ്പമില്ല കേട്ടാ. നമുക്ക് 3 സ്റ്റാർ വാണ്ടഡ് ലെവലില്ലേ, അത് രക്ഷപ്പെടണം. പക്ഷേ ജുറാസിക് പാർക്കിൽ കയറാൻ പാടില്ല എന്ന്. നിങ്ങൾക്ക് പിന്നെ അറിയാലോ, ഇവിടുത്തെ പോലീസുകാർക്ക് ജുറാസിക് പാർക്കിൽ കയറാൻ പറ്റില്ല. അവർക്ക് ഡൈനോസറിനെ പേടിയാ. ഇവിടെ ഇപ്പോൾ എൻ്റെ പിന്നാലെ പോലീസുകാർ വരില്ലേ, അന്നേരം ഞാൻ ജുറാസിക് പാർക്കിൽ പോയിട്ട് ഒളിച്ചിരിക്കും. പോലീസുകാർ പിന്നെ ജുറാസിക് പാർക്കിൻ്റെ അകത്ത് കയറി വരില്ല. അവർ പേടിത്തൊണ്ടന്മാരാ. അവർക്ക് ഡൈനോസറിനെ പേടിയാണ്. പക്ഷേ ഈ ടാസ്കിൽ പറഞ്ഞേക്കണത് നമ്മൾ ജുറാസിക് പാർക്കിൽ കയറാൻ പാടില്ല എന്നാ. എന്നിട്ട് നമുക്ക് 3 സ്റ്റാർ വാട്ടർ ലെവലിൽ നിന്ന് രക്ഷപ്പെടണമെന്ന്. നമുക്ക് വേറെ എവിടെയെങ്കിലും പോയിട്ട് ഒളിച്ചിരിക്കണം, എന്നിട്ട് വേണം വാട്ടർ ലെവലിൽ നിന്ന് രക്ഷപ്പെടാൻ. സംഭവം ഇച്ചിരി റിസ്ക്കുള്ള ടാസ്ക്കാണ്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാം. എന്നാൽ ആ സീക്രട്ട് ഗ്യാരേജ് അൺലോക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അതിനായിട്ട് ആദ്യമേ നമുക്ക് 3 സ്റ്റാർ ഉണ്ടാക്കണം. 3 സ്റ്റാർ ഉണ്ടാക്കാനായിട്ട് കുഴപ്പമില്ല, നമുക്ക് ഏതെങ്കിലും 3 ആൾക്കാരെ കൊന്നാൽ മതി. അതെ, ഇവിടെ 2-3 ആൾക്കാർ നിൽക്കുന്നുണ്ട്. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇവന്മാരിങ്ങനെ നൈസായിട്ട് തട്ടാം. ഒരാളെ തട്ടിക്കഴിഞ്ഞാലേ നമുക്ക് 1 സ്റ്റാർ വാട്ടർ ലെവൽ കിട്ടും. ഇവിടെ ഞാനിപ്പോൾ 3 പേരെ തട്ടി, നമുക്ക് 3 സ്റ്റാർ വാട്ടർ ലെവൽ കിട്ടി. ഇനിയിപ്പോൾ പോലീസുകാർ എൻ്റെ പിന്നാലെ വരും ട്ടാ. പോലീസുകാർ ഇപ്പോൾ എൻ്റെ പിന്നാലെ വരും. അവർ വരണവരെ വെയിറ്റ് ചെയ്യാം. ഇതെന്തത്? പോലീസുകാരെന്താ വരാത്തേ? ഇവിടത്തെ പോലീസ് വന്നുട്ടാ. ഇങ്ങോട്ട് വാടാ, ഞാൻ നിങ്ങളും കൂടി ഇന്ന് തട്ടും. എടാ ഫ്രാങ്ക്ലിന്, നീയാ? നീ എന്തൊരു പണി കാണിച്ചേ? 2-3 പേരെ കൊന്നൂലോ. അതെ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. നിന്നെ ഞാൻ പിടിച്ച് ജയിലിലിടും. ആണോ? എന്നെ പിടിച്ച് ജയിലിലിടോ? നിങ്ങളൊക്കെ ജീവനോടെ ഉണ്ടായാലല്ലേ? ഇതെന്തത്? മാസം എൻട്രി കാണിക്കാൻ നോക്കിയതാണോ? അതെ, ചാവട അങ്ങോട്ട്, ചാവ്. ഇവിടെ ഞാൻ ഒരൊറ്റണത്തിന് വെറുതെ വിടില്ല. അതെ, ഇവിടെ നീ പോലീസുകാരായിട്ട് ഫൈറ്റ് ചെയ്യുന്നല്ലേ ശരിയാവില്ല ഏട്ടാ. നമുക്ക് 3 സ്റ്റാർ വാട്ടർ ലെവലിൽ നിന്ന് രക്ഷപ്പെടണം എന്നാ പറഞ്ഞേ. ജൂറാസിക് പാർക്കിൽ കയറാണ്ട് രക്ഷപ്പെടണം. എങ്ങോട്ടേക്കാ പോവാ? എവിടെ പോയിട്ട് ഒളിച്ചിരിക്കുക? ഞാനിപ്പോൾ ഇത് ആലോചിക്കണേ. ജൂറാസിക് പാർക്ക് പക്ഷേ നല്ല സ്ഥലമായിരുന്നു. അതിനകത്ത് കയറി കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നേ.
എനിക്ക് പക്ഷേ ഡൈനോസറിനെ പേടിയൊന്നുമില്ല. അവരൊക്കെ ഞാൻ തീർത്തളയും. എടാ ഫ്രാങ്ക്ലിനെ, നീ എങ്ങോട്ടേക്കടാ ഓടി രക്ഷപ്പെടണേ? നിനക്ക് നീ രക്ഷപ്പെടാൻ പറ്റില്ല. അതെ, നമുക്കും എൻ്റെ വണ്ടി നശിപ്പിച്ചളയാം. പിന്നെ അവൻ ഇങ്ങോട്ടും പോവില്ല. അയ് ശരി, എൻ്റെ വണ്ടി നശിപ്പിക്കാൻ നോക്കണോ? നിങ്ങൾക്കറിയില്ല, ഇതേ ലാൻഡ് റോവർ ഡിഫൻഡറാണ്. ഡിഫൻഡർ എന്നെ എന്തായാലും ഡിഫെൻഡ് ചെയ്യും. പോലീസുകാരുടെ മുമ്പിൽ നിന്ന് ഡിഫെൻഡ് ചെയ്യും, അത് ഉറപ്പാണ്. അതെ, നമുക്ക് ഇതിൻ്റെ മേലേക്ക് കയറാണ്ടാ. ഇതൊരു ടവർ ഷേപ്പിൽ ഉള്ള റാമ്പാ. നമുക്ക് തൽക്കാലം ഇതിൻ്റെ മേലെ കയറാം. പോലീസുകാർ പിന്നെ ഇതിൻ്റെ മേലേക്ക് കയറി വരില്ല എന്ന് വിചാരിക്കണു. A few moments later. ഗൈസ്, ഇവിടെ ഞാനേ ഏറ്റവും മേലേക്ക് എത്തിയില്ലേട്ടാ. അപ്പോഴേക്കും നമ്മുടെ വാട്ടർ ലെവൽ പോയി. എന്തെങ്കിലും ആവട്ടെ, ഇനിയിപ്പോൾ പോലീസുകാർ നമ്മുടെ പിന്നാലെ വരില്ല. നമുക്കപ്പോൾ ആ സീക്രട്ട് ഗാരേജ് അൺലോക്ക് ചെയ്യാം. അതിൽ പക്ഷേ വേറെ ഒരു ടാസ്ക് പറഞ്ഞില്ലേ, അതെന്തായിരുന്നു? ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബാ. ഗൈസ്, അതെ, ഈ വീഡിയോ ഇതൊരിക്കും ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അതുമാത്രല്ല, ചാനൽ ഇതൊരിക്കും സബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് ആ സീക്രട്ട് ഗാരേജ് അൺലോക്ക് ചെയ്യാം. അതെ, നമ്മുടെ ടോമിയില്ലേ, ഇനിയിപ്പോൾ ടോമി അതിൻ്റെ അകത്തുണ്ടാവുമോ? പറയാൻ പറ്റില്ലേട്ടാ. ചിലപ്പോൾ നമ്മുടെ ടോമിയില്ലേ ആ സീക്രട്ട് ഗാരേജിൻ്റെ ഉള്ളിലുണ്ടാവും. എന്നിട്ടായാലും നോക്കി നോക്കാം. ഓക്കെ, നമ്മളങ്ങനെ വീട്ടിലേക്ക് വന്നേക്കാ. എന്തായി, ഇത് അൺലോക്കായാ? ഇത് അൺലോക്കായി ഉണ്ടാവും ട്ടാ. അൺലോക്കായി. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാം. 3, 2, 1, ലെറ്റ്സ് ഗോ. Meanwhile. ഓക്കെ, നമ്മളങ്ങനെ അകത്തേക്ക് കയറിയേക്കാ. ഇതാണ് ആ സീക്രട്ട് ഗ്യാരേജ്. ഗൈസ്, ഇത് പിന്നെ കണ്ടില്ലേ, ഇവിടെ 2 സൂപ്പർ കാർ ഉണ്ട് കേട്ടാ. അത് കൊള്ളാം. ഇതേതാ കാറ്? ഈ നീല കാർ ഏതാ? ലംബോർഗിനിയുടെ ലോഗോ ഒക്കെ ഉണ്ട്. എനിക്ക് മനസ്സിലായി, അത് ലംബോർഗിനി ടാർസോയാ. ഇത് പിന്നെ എല്ലാവർക്കും മനസ്സിലായിണ്ടാവും, ഇത് GTR ആണ്. ആ GTRൻ്റെ അലോയ്സ് ഒക്കെ മാറ്റിയിട്ടുണ്ട്. നൈസായിട്ടുണ്ട് കേട്ടാ. നമുക്ക് തൽക്കാലം ഒരു കാര്യം ചെയ്യാം, ഈ ടയർസോ ഒന്ന് ഓടിച്ചു നോക്കാം. ഈ കാറ് ഞാൻ അധികം ഓടിച്ചിട്ടില്ലേ. GTR ഞാൻ പിന്നെയും ഓടിച്ചിട്ടുണ്ട്, ടയർസോ ഞാൻ അധികം ഓടിച്ചിട്ടില്ല. ഈ കാറപ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറക്കാം. ഓക്കെ, കാറങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറക്കി. ഇനി കാറൊന്ന് ഓടിച്ചു നോക്കാം, ഇതിൻ്റെ ടോപ്പ് സ്പീഡ് നോക്കി നോക്കാം. പിന്നെ ടോമി അതിനകത്ത് ഉണ്ടായിരുന്നില്ല ഏട്ടാ. ഇവൻ എങ്ങോട്ടേക്കാണോ പോയേ? നമുക്കവനെ പിന്നെ കണ്ടുപിടിക്കാം. ഇതെന്തത്, ആക്സിഡൻ്റ് ആയ? ആ ഊട്ടിക്കാരൻ ആ ബൈക്കാരനെ ഇടിച്ചിട്ടു. എന്തെങ്കിലും ആട്ടെ, നമുക്ക് ഈ വണ്ടിയുടെ സ്പീഡൊന്ന് നോക്കി നോക്കാം. വണ്ടിക്ക് പിന്നെ അത്യാവശ്യം സ്പീഡുണ്ട് കേട്ടാ. ലംബോർഗിനിയുടെ കാറല്ലേ, ഇതിന് അത്യാവശ്യം സ്പീഡൊക്കെ ഉണ്ട്. ഈ വണ്ടി ഓടിക്കാനായിട്ടേ നല്ല രസമുണ്ട്. കളറ് മാത്രം എനിക്ക് ഇഷ്ടമായില്ല, നീല കളറ് വലിയ ഭംഗിയില്ല. നമുക്ക് പറ്റിയെങ്കിലേ ഇതിൻ്റെ കളർ മാറ്റാം. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടെ സബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.